ഹലോ ഗായ്സ്, നേരം രാവിലെ 4 മണി. നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവാണ്. ഊട്ടിയിലേക്കാണ്. കൊത്തഗിരി കോടനാട് വ്യൂ പോയിൻ്റ് കാണാനാണ്. നമ്മുടെ ലോഡ് ഓൾട്ടോയിലാണ് പോകുന്നത്. പാവങ്ങളുടെ സഹപാഠിയായ ലോഡ് ഓൾട്ടോ നമ്മളെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ നേരെ ഇങ്ങനെ വെളിച്ചായി വരുന്നേ ഉള്ളൂ കേട്ടോ. ചായ കുടിച്ചിട്ട് പോവാൻ. പിന്നല്ല, രാവിലെ ആയതിൻ്റെ ചായ പടച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. കാലിച്ചായ നമ്മളെ പട്ടാമ്പിന്ന്. അത് ഈ പാലത്തിൻ്റെ അപ്പുറത്ത് ഈ കട എപ്പോൾ നോക്കിയാലും ഉണ്ടാവും. നല്ല വടയൊക്കെ കിട്ടും കേട്ടോ അവിടെ. സംഭവം സെറ്റപ്പ് വടയാണ് ഇവിടുത്തെ. ഏത് നേരത്തും തുറക്കുമല്ലോ. അതെ, ഏത് രാത്രി ഉണ്ടാവും ഇവിടെ. നമ്മളെ അട്ടപ്പാടി വഴിയല്ലേ വിടുന്നത്? അതെ അതെ അതെ. എവിടുന്നപ്പോൾ കയറിയപ്പോൾ നമ്മളിപ്പോൾ പട്ടാമ്പിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ചെർപ്പുളശ്ശേരി മണ്ണാർക്കാട് റൂട്ടിൽ അങ്ങനെ പോവാണ്. ഏടാ സംഭവേ വണ്ടി ടയറൊക്കെ ഒന്ന് നമ്മൾ നോക്കണമല്ല കേട്ടോ. എയർ കുറവുള്ള പോലെ ഉണ്ട്. എയർ കുറവല്ല, മുട്ടയാണ്. ഇവിടെ എന്തെങ്കിലും പൊരിക്കടി കയറ്റാം. കാരണം നമ്മൾ അവിടുന്ന് കാലിച്ചായ മാത്രമല്ലേ കയറ്റുള്ളൂ. ഈ ഡ്യുവൽ ടോണിലുള്ള ഉണ്ടാ മതിട്ടാ. മതിയല്ലേ? യോ മോനെ, സൂര്യ ഉദിച്ചു വരുന്നത് രാവിലത്തെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രസം തന്നെ കേട്ടോ. സൂര്യ ഇങ്ങനെ ഉദിച്ചു വരുന്നത് നേരത്തെ എണീറ്റാലേ കിട്ടുള്ളൂ. അന്യായ സീൻ തന്നെ. ഈ ഭാഗത്ത് അട്ടപ്പാടിയല്ലേ, നൈസ് വ്യൂ ആട്ടോടാ. 9 മറ്റേ പൃഥ്വിരാജിന്റെ കളക്കാത്ത സന്തനമേ ആ സാധനത്തല്ലേ ഇത്. ഓഫ്, ജാതി സീനുകളാട്ടോ. പക്ഷേ എടാ റോഡ് പറ്റ പരാജയട്ടാ, ഒന്നും പറയല്ലേ. ഇമ്മാതിരി വലിയ വണ്ടികളല്ലേ പോണ്. ഇതാണ് ഈ വലിയ മണലും വണ്ടി. ആയിവ അട്ടപ്പാടി സ്വാഗതം. ഇവിടെ നമുക്കൊരു 2 മിനിറ്റ് നിർത്തണം കേട്ടോ. ഇവിടെ എന്തായാലും നിർത്തിയിട്ട് നമുക്ക് ഈ വ്യൂ ഒന്ന് ആസ്വദിച്ചിട്ട് പോയാൽ മതിട്ടാ. ഇത് നൈസാട്ടോ. ഇവിടുന്ന് അടിപൊളി കേട്ടോ. എടാ ഈ റൂട്ടിൽ ഇവിടെ എവിടെയായിട്ട് ആ പാലുണ്ടല്ലോ, ഒരു അടിപൊളി. നമ്മൾ കുറേ സിനിമയിലൊക്കെ ഉള്ളൊരു അടിപൊളി പാലുണ്ടല്ലോടാ. ഇവ അതന്നെ സെറ്റപ്പാട്ടാ. നല്ല വ്യൂ ആട്ടോ ഇവിടെ നിന്നിട്ട്. ഇനി വേഗം നമുക്ക് ഫുഡ് കഴിക്കാൻ നോക്കുക. കാരണം വിശപ്പ് തുടങ്ങി. കാരണം കുറേ ഹോട്ടൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് ഇതിൽ തന്നെ കയറി പിടയ്ക്കാം. സംഗതി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ഹോട്ടലാട്ടാ. പക്ഷെ വലിയ കഴുത്തറപ്പ് ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. നല്ല നൈസാണ് സംഗതി കണ്ടിട്ട് അല്ലേ. നൈസ് അടിപൊളി ദോശയും ചമ്മന്തിയും ഒക്കെ ആയിട്ട് സാമ്പാറൊക്കെ ആയിട്ട് സൂപ്പറായി. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഈ നേരെ പടക്കാട്ടാ. ഇതിപ്പോൾ എവിടെ എത്തിപ്പോൾ ഇത് സ്ഥലം? ചുരം കയറിയില്ലേ. ഇടയിൽ നമ്മൾ കുറച്ച് സ്ഥലത്ത് വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടാ അല്ലേ. നേരെ ആടെ നൈസ് വ്യൂ കേട്ടോ. നല്ല ചുരങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടില്ലേ. തണുപ്പ് ചെറുതായിട്ട് കയറി വരുന്നുണ്ടല്ലേ. നല്ലൊരു തണുപ്പ് വരുന്നുണ്ട് അത്യാവശ്യം. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംമാതിരി. എന്താ പോൻ്റെയൊക്കെ ജീവിതം, സുഖം തന്നെ. ഹലോ, ഇതേതാ വേറെ കുരങ്ങൻ? എന്താ പേ നോക്കട്ടാ. പൊന്നോ, എന്തല്ലേ ജീവിതം. എന്ത് സുഖം, ഒരു ടെൻഷനും ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കാഴ്ചകൾ കാണാം കേട്ടോ. നല്ല ഗ്രാമക്കാഴ്ചകൾ നല്ല കാണാം ഇവിടെ. തമിഴ്നാടിൻ്റെ ഇതൊരു ബ്യൂട്ടി ഒരു വല്ലാത്ത തന്നെയല്ലേ. ഒരു അടിപൊളി വെള്ളച്ചാട്ടം. ഇവിടെ നമുക്ക് കുളിക്കേണ്ടവർക്ക് കുളിക്കാട്ടാ. സംഭവം നമ്മുടെ ഒപ്പം വന്ന ആൾക്കാർ കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ സെറ്റപ്പായിട്ട് കുളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് അടുക്കും തോറും അതിൻ്റെ ആ വിഷ്വൽ ബ്യൂട്ടി കൂടി വരും. 2 സൈഡിക്ക് നമുക്ക് തണവും ഉണ്ട്. മാത്രമല്ല നമുക്ക് 2 സൈഡിക്ക് എവിടെ നോക്കിയാലും കണ്ണെടുക്കാൻ തോന്നാത്ത അത്ര വിഷ്വൽ ബ്യൂട്ടിയാണ് ഇവിടെ. സംഗതി നമ്മളെല്ലാവരും ഊട്ടി പോയിട്ടുണ്ടാവും. പക്ഷേ ഊട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കോടനാട് എന്ന് പറയുന്നത്. കൊത്തഗിരി കോടനാട് വ്യൂ പോയിന്റ്. സ്വിറ്റ്സർലാൻഡ് അല്ല, നെതർലാൻഡ്സിലാണ് ആംസ്റ്റർഡാം. നെതർലാൻഡിലാണ് ഈ ആംസ്റ്റർഡാം കിടക്കുന്നത്. അതന്നെ ഹോളണ്ട്. രണ്ടും സെയിം നെയിം. മോനെ, അങ്ങനെ നമ്മുടെ വ്യൂ പോയിന്റിലെത്തി. ഇതാണ് കോടനാട് വ്യൂ പോയിന്റ്. ഇവിടെ നോക്കി ശരിക്കും അവതാർ പടത്തിലാ മറ്റേ സാധനം പോയി നിൽക്കണ വലിയ തലപ്പിൽ കാണാൻ. അവതാർ പടത്തിലാ മറ്റേ ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഓരോ ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ കയറിയിട്ട് തുമ്പത്ത് പോയിക്കില്ലേ പോലല്ലേ. സത്യം പറഞ്ഞാൽ ഊട്ടിയിലെ വ്യൂ പോയിന്റ് ഒന്നും അല്ല കേട്ടാ. വെറും വേസ്റ്റ് അല്ലേ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് സത്യം പറഞ്ഞാൽ ഈ സ്ഥലം പല ആൾക്കാർക്കും അറിയില്ലടോ.
ഇത് എന്താ വെച്ചാൽ എല്ലാവരും ഊട്ടി പോവും, ഊട്ടിയിൽ കുറേ മുട്ടക്കുന്നും കിട്ടക്കുന്നും കയറി കറങ്ങിയിട്ടുണ്ട് പോരും, കുറേ ക്യാരറ്റും തിന്നിട്ട് പോരും. സത്യം പറഞ്ഞാൽ ഗ്രാമക്കാഴ്ചകൾ കാണണമെങ്കിൽ ഈ സ്ഥലത്ത് വരണം. ഇവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ ഡെവലപ്പ് ആയിട്ടില്ല കേട്ടോ, ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിട്ടില്ല. ടൂറിസ്റ്റുകൾ നല്ല വരുന്നുണ്ട്, പക്ഷേ കണ്ടമാനം അതായത് ഇവിടുത്തെ പ്രകൃതി ഭംഗീനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഊട്ടിയിൽ അങ്ങനെയല്ല അവസ്ഥ. നൈസായിട്ട് സത്യം പറഞ്ഞാൽ ക്യാമറയിൽ കാണുമ്പോൾ അത്ര തന്നെ ശരിക്കും നേരിട്ട് കാണുന്നതിനേക്കാൾ ഭംഗി കുറവാണ് ക്യാമറയിൽ. ശരിക്കും അത് നമുക്ക് ആ ഫുൾ ഇത് ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല, കാരണം ഒരുപാട് മഞ്ഞ് മൂടി കിടക്കണോണ്ട് അത് ക്യാമറയിൽ വരുമ്പോൾ കറക്റ്റ് ക്ലിയർ ആയിട്ട് വരുന്നില്ല അല്ലേ. എന്താ മഞ്ഞുള്ള സ്ഥലമാട്ടത്. ആ ഇത് നിങ്ങളന്ന് വന്നപ്പോൾ നല്ല മറ്റേ മഞ്ഞിങ്ങനെ ആളുടെ അടുത്ത് നിൽക്കണ പോലെയുള്ള ഫോട്ടോസൊക്കെ അന്ന് ഉണ്ടായിരുന്നല്ലോ അല്ലേ. സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സീസണാണാവോ? അത് മഴ പെയ്യുന്ന സീസണാണ്, ജൂൺ ജൂലൈ. പക്ഷേ നമുക്ക് രാവിലെ നേരത്തെ എണീറ്റ് ഒന്ന് നോക്കാം, നമുക്ക് സ്റ്റേ ഒപ്പിക്കണ്ടിപ്പോ. ഇതുവരെ നമ്മൾ ഒരു റിസോർട്ടിൽ വിളിച്ച് അപ്പോൾ അവർ നമ്മളോട് 6000 രൂപ പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ച് അവസാനം വെച്ചിട്ട് അവർ പിന്മാറി. നമുക്ക് വേറെ ആൾക്കാരെ കിട്ടിയപ്പോൾ അവർ മാറി സോറി പറഞ്ഞ് വിളിച്ചിട്ട് എന്തായാലും നമ്മൾ അയച്ച പൈസ അവർ തിരിച്ചു തന്നു. 1000 റുപ്യ നമ്മൾ അഡ്വാൻസ് കൊടുത്ത് തിരിച്ചു തന്നു. ഇനി വേറെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം കേട്ടോ. ഇവിടെ എളുപ്പമല്ല, ചിലപ്പോൾ ഉണ്ടാവും, ഏതെങ്കിലുമൊക്കെ നമുക്ക് പോയി ചോദിക്കാം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചോദിക്കാം, ഒന്ന് കറങ്ങാം. ഇവിടെ പാർക്കിങ്ങിന് ഒരു പൈസ കൊടുക്കണം, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ചെറിയൊരു ടിക്കറ്റും, വളരെ എക്സ്പെൻസ് കുറവാണ്. ഇവിടെ വന്നാൽ വേറെ ചിലവിൽ ഈ നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് ഫ്രീ ആയിട്ട് ആസ്വദിക്കാം. ഈ വ്യൂ പോയിൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ മാത്രമേ ഇവിടെ പൈസ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ള എല്ലാം ഈ വരുന്ന വഴിക്ക് എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാം. എവിടെ വേണമെങ്കിൽ വണ്ടി നിർത്തിയിട്ട്. ഇവിടെ മാത്രമാണ് ഒരു പാർക്കിങ്ങിന് ഒരു ചാർജും. അങ്ങനെ കുറേ അന്വേഷിച്ച് നടന്ന് ഞങ്ങൾക്ക് അവസാനം ഒരു റൂം കിട്ടിയിട്ടാണ്. ഇതാണ് നമുക്ക് കിട്ടിയ റൂം. 2000 രൂപയാണ് വാടക. ഇത് ഇവർ തന്നെ ഹോട്ടലാണ്, ഇതിൻ്റെ മുകളിലാണ് നമുക്ക് റൂം കിട്ടുക. ഇവർ തന്നെ ഫുഡ് അവർ ഉണ്ടാക്കി തരും, ഫുഡിനുള്ള പൈസ കൊടുക്കണം. 2000 രൂപയാണ്. 3 ബെഡുണ്ട്, 2 റൂം, ഒരു ബാത്റൂം ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്, പിന്നെ ചൂടുവെള്ളവും ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു ദിവസം സ്റ്റേ അടിക്കാതൊക്കെ മതി. പിന്നെ റിസോർട്ടൊക്കെ ഒരു ലക്ഷറിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ല, അമ്മാതിരി തണുപ്പാണ് ഇവിടെ. പിന്നെ എന്തിനാണ് ഇപ്പോൾ റിസോർട്ട്? മാത്രമല്ല അവർ നമ്മളെ പറ്റിച്ചിട്ടാ പൈസ ആദ്യം അയച്ച് ചീറ്റിംഗ് അല്ലേ അവർ ചെയ്തത്, 6000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്തായാലും നമുക്ക് ആ ചീറ്റിംഗ് കൊണ്ട് ഗുണം ഉണ്ടായുള്ളൂ. 2000 രൂപയ്ക്ക് സാധനം കിട്ടി. ഇത് ഏർലി മോർണിംഗിലെ വ്യൂ ആണ്. ഞങ്ങൾ രാവിലെ എണീറ്റ് ഫ്രഷായിട്ട് സൂര്യൻ ഉദിച്ച് വരുന്ന ആ കാഴ്ചയാണ്. രാവിലെ തന്നെ നീക്കണം. ഇവിടെ ട്രിപ്പിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എണീക്കാൻ തോന്നില്ല, പക്ഷേ എണീക്കണം. രാവിലെ എണീറ്റാലാണ് ഇവിടുത്തെ യഥാർത്ഥ വിഷ്വൽ ബ്യൂട്ടി കാണാനുള്ളത്. നിങ്ങൾ അന്ന് വന്നപ്പോൾ കണ്ടപ്പോഴത്തെ ആ ഫോട്ടോ കണ്ടിട്ട് ഇമ്പ്രസ് ആയിട്ടാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് വരാമെന്ന് പറഞ്ഞത്. കാരണം ആ മേഘങ്ങളിങ്ങനെ ആ ഒരു സീൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും രാവിലെ ഇവിടുന്നുള്ള ബ്യൂട്ടി അടിപൊളിയാണ്. കണ്ടോ ഇവിടുത്തെ ഗ്രാമക്കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇറങ്ങി നടക്കണം. സൂര്യൻ ഇങ്ങനെ ഗോൾഡൻ കളറിൽ ഉദിച്ച് വരികയാണ്. എന്താണ് അതിൻ്റെ അല്ലേ. പിന്നെന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഇവിടെ നായ്ക്കളൊക്കെ ഭയങ്കര ഹെൽത്തിയാണ്. ഇതൊക്കെ സ്ട്രീറ്റ് ഡോഗ്സ് ആണ്, ഇതൊന്നും ആരും വളർത്തുന്ന നായ്ക്കളല്ല. പക്ഷേ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള നല്ല ബ്രീഡിൽ പെട്ട നായ്ക്കളാണ് ഇവിടെ അല്ലേ. എന്താ തണുപ്പോണ്ട് എന്താ അറിയില്ല, അവരൊന്നും തൊപ്പൊന്നും കൊഴിഞ്ഞു പോകാതെ നല്ല നൈസ്. പിന്നെ നായ്ക്കൾക്കൊരു പേടിയൊന്നുമില്ല കേട്ടോ, ആൾക്കാർ വന്ന് കടിക്കാൻ വരിക അങ്ങനെയൊന്നുമില്ല, നല്ല ഇതാണ്. എന്തായാലും ഇത് കൂടെ നമുക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാം കുറച്ച് നേരം. ഇങ്ങനെ നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ സീനുകൾ കിട്ടുമോ നോക്കാമല്ലോ. ഒരു അടിപൊളി ചായക്കട കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. രാവിലെ ഇവിടുന്ന് ഒരു കാലിച്ചായ പടയ്ക്കാം. ഈ ചായക്കടയിൽ നിന്ന് നൈസ് വ്യൂ ആട്ടാ. ബാക്ക്ഗ്രൗണ്ടിൽ തമിഴ് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആട്ടാ ഇവിടുന്ന്. സൂപ്പറല്ലേ? വല്ലാത്തൊരു ചായക്കടി കിട്ടാം അല്ലേ. പിന്നെന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് എന്താ വെച്ചാൽ ചായ ഭയങ്കര മുന്തിയ ചായ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ നമുക്ക് ആ ആംബിയൻസ് ആണ്, ഈ ആംബിയൻസിൽ വന്നിട്ട് ഈ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതാണ്. അല്ലാതെ എനിക്ക് ചായ സത്യം പറഞ്ഞ നാട്ടിൽ ഇതിലും നല്ല, സാധാരണ തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലത്തേനേക്കാൾ സൂപ്പർ ചായ കിട്ടുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഞെട്ടിക്കുന്നൊരു ചായ കിട്ടിയിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, ചായ നൈസാണ്. പക്ഷേ ചായനേക്കാൾ കൂടുതൽ ഈ ആംബിയൻസിലിരുന്ന് അത് കുടിക്കണതാണ് നൈസ്. കണ്ട സീനുകൾ കണ്ട മോനെ, തേയിലത്തോട്ടം. പക്ഷേ ഇതിലേക്ക് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ പണിയിട്ടു കേട്ടോ. പട്ട നല്ല കടി കിട്ടും, നമുക്ക് കാണാനുള്ള രസമുള്ളൂ കേട്ടോ. പിന്നെ മാത്രമല്ല അവിടെ മൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലം അത്രേ. അതാണ് പറഞ്ഞ് ആ ചെക്കൻ പറഞ്ഞില്ല നമ്മളോട്, നമ്മളാ റൂം എടുത്തപ്പോൾ ആ ചെക്കൻ ഇപ്പോൾ 2 ദിവസം മുന്നേ ഇവിടെ പുലി ഇറങ്ങിയെന്നെല്ലാം പറഞ്ഞ്. ചിലപ്പോൾ ചിലത് ഇവർ തള്ളി മറിക്കുകയും ചെയ്യും കേട്ടോ. പക്ഷെ സാധ്യത ഉണ്ട്, കാരണം ഇവർക്ക് തോന്നണം ഇവർ ഇത്രയും നായ്ക്കളേനെ ഇതൊക്കെ വളർത്തുന്നതേ. ഇതുണ്ട ഒരു അമ്മമ്മ രാവിലെ വീടിൻ്റെ മുറ്റിൽ ചാണം മെഴുകാൻ വേണ്ടിയിട്ടേ. അപ്പോൾ കോടനാട് വ്യൂ പോയിൻ്റത്തെ കാഴ്ചകൾ ഒക്കെ അവസാനിപ്പിച്ചിട്ട്
നമ്മൾ ഈ റൂട്ടിൽ ഇങ്ങനെ ഊട്ടി വഴി തിരിച്ചിട്ട് അങ്ങനെയല്ലേ നമ്മൾ പോണത്? അതെ, അങ്ങനെയാണ് നമ്മൾ വരുന്നത്. ഊട്ടി വഴി അവിടെ നിന്ന് ഇപ്പോൾ ഊട്ടിയിൽ നമ്മൾ കാണാത്ത കാഴ്ചകൾ കുറവാണ്. എന്നാലും പോണ വഴിക്ക് പറ്റിയ ഏതെങ്കിലും നല്ല സീനുകൾ ഉണ്ടെങ്കിൽ പോണ വഴിക്ക് ഏതെങ്കിലും തോട്ടങ്ങളൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ നമുക്ക് കയറി നോക്കട്ടെ. ക്യാരറ്റൊക്കെ ഉണ്ട് വെച്ചാലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ചെറുണ്ട. ആ, ക്യാരറ്റിൻ്റെ തോട്ടം അന്വേഷിച്ച് നടന്നിട്ട് ഞങ്ങൾക്കൊരു ബീട്രൂട്ടിൻ്റെ തോട്ടാണ് കിട്ടിയത്. എന്തായാലും ആ ചേച്ചിമാരൊക്കെ നല്ല കമ്പനിയാണ്. ബീട്രൂട്ടിൻ്റെ ഇല അടക്കം ഞങ്ങൾ കുറച്ച് വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇല കറി വെക്കാത്രേ. നമ്മുടെ നാട്ടിൽ ബീട്രൂട്ടിൻ്റെ ഇല യൂസ് ചെയ്യില്ലല്ലോ, പക്ഷേ ഇവിടെ തമിഴ്നാട്ടിൽ ഇത് ചീര പോലെ അത്ര നല്ല ടേസ്റ്റ് അത്രേ. എന്തായാലും കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ആ നാട്ടിൽ പോയിട്ട് കറി വെച്ച് നോക്കണം. എടാ നോക്ക്, എവിടെ നോക്കിയാലും വ്യൂ പോയിൻ്റാണ്. എവിടെ നോക്കിയാലും നമുക്ക് ഇതിൽ ശരിക്കും എന്താ വേണ്ടത് അറിയോ? നമ്മൾ ബൈക്കായിട്ട് വരണം. കാറ് നമുക്ക് എല്ലാ സ്ഥലത്തും അങ്ങോട്ട് പെട്ടെന്ന് നിർത്താൻ പറ്റും. പക്ഷേ ബൈക്കായിട്ട് വരുമ്പോൾ എല്ലാ സ്പോട്ടും നിർത്തി എൻജോയ് ചെയ്ത് ഇതൊക്കെ വിഷ്വൽസ് നോക്ക് മോനെ. എന്താ ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ വെറുതെ പറയില്ല, ക്യാമറയിൽ സത്യം പറഞ്ഞാൽ ഒന്നും ക്ലിയർ കിട്ടണില്ല. നേരിട്ട് കാണാനുള്ള ബ്യൂട്ടിയാണ്. അതാണ് എന്താ നൈസ് നോക്ക്. എമ്മാതിരി സ്പോട്ടല്ലേ. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിലാണ്, ചുറ്റോറും ഈ തേയിലത്തോട്ടങ്ങളാണ്. ഇതൊക്കെ നല്ലൊരു അടിപൊളി പൂക്കളും എന്തൊരു രസമുള്ള പൂക്കളല്ലേ ഇത്. ഇത് നമ്മൾ പോരുന്ന വഴിക്ക് ഊട്ടി എത്തുന്നതിൻ്റെ മുന്നേ ഉള്ളൊരു ചായക്കടയാണ്. ഈ ചായക്കടയിൽ കയറിയിട്ട് നമ്മളൊരു ചായ കുടിച്ചു. ഇവിടെയും നമ്മൾ കയറാൻ കാരണം എന്താ വെച്ചാൽ ആംബിയൻസ് ആണ്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കട നിൽക്കുന്ന സ്പോട്ട് ഇതാണ് ചായക്കട. ഇവിടുന്ന് ഒരു ചായയും വാങ്ങിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കഴിച്ചിട്ട് ആ പുറത്തെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കിയുള്ള ആ വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുടിച്ച് അങ്ങനെ നേരം വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മെല്ലെ ചുരം ഇറങ്ങി മെല്ലെ ഞങ്ങൾ വന്ന സ്ഥലത്ത് തന്നെ ഞങ്ങളുടെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഞങ്ങളുടെ ലോഡ് ഓൾട്ടോ ഒരുപാട് മനോഹരമായ കാഴ്ചകളുമായിട്ട് തിരിച്ചെത്തി. വീണ്ടും ഇതുപോലത്തെ യാത്രകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ.